ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാണാനായിട്ട് സുമിത്ര വന്നതിന് ശേഷം തന്നെ ആ, മാനസയുടെ സുഖവിവരങ്ങളൊക്കെ പറയാട്ടോ. അവൾക്ക് ഞാൻ പ്രസാദം കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു. പക്ഷേ അവൾ അത് വാങ്ങുക പോലും ചെയ്തില്ല. അത്രമേൽ വിഷമിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? സ്വന്തം അച്ഛനും അമ്മയും കൂടെ തന്നെ കാണാനായിട്ട് വന്നില്ല. ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നു. അവളെ കാണുമ്പോൾ എനിക്ക് എത്രമേൽ സങ്കടമാവുന്നുണ്ടെന്ന് എനിക്കറിയോ ഹേമേ. കാരണം എനിക്ക് അവൾ ആരുമല്ല. പക്ഷേ എന്നിട്ട് പോലും അവളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഹേമയ്ക്കാണ് ഇങ്ങനെ ഒരു അനുഭവം വരികയാണെങ്കിൽ ഹേമ എങ്ങനെ സഹിക്കും? മാനസയുടെ സ്ഥാനത്ത് ഹേമയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ട ഒരാളെ കൈവിട്ട് പോകുമ്പോൾ ഒരു മാനസികാവസ്ഥ, അത് തന്നെയല്ലേ അവിടെ മാനസികം സംഭവിച്ചത് എന്ന് കരുതി അവളെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹേമയാണെങ്കിൽ ആ സ്വന്തം മകളെക്കുറിച്ച് പറയുമ്പോൾ ആകെ വിഷമത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് സുമിത്രയ്ക്കും വേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുമിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും ഞാനിപ്പോൾ പോവുകയാണ്. ഈ പ്രസാദം മാനസ വാങ്ങിയില്ല, പക്ഷേ ഏമയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോന്നു. അവൾ നിങ്ങളുടെ കൈ പിടിച്ചല്ലേ നടന്നത്. നിങ്ങൾ കണ്ണിൽ നോക്കിയില്ലേ അവൾ ചിരിച്ചത്. തൻ്റെ സ്വന്തം പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ട്? ഹേമ ഒരു അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹേമയുടെ മനസ്സ് മാറ്റാനായിട്ട് നോക്കുന്നു കേട്ടോ. എന്തായാലും സുമിത്ര വിചാരിച്ച കാര്യം നടന്നിട്ട് തന്നെയാണ് സുമിത്ര അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം സുജുവും അതുപോലെ സാഗറും കൂടിയും കൃഷ്ണനെ കാത്തു നിൽക്കുക കേട്ടോ. കൃഷ്ണ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ ഇന്നലെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേണൽ സാറിനോട് റെക്കമെൻഡേഷൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ളത്. ഞാൻ ആകെ ടെൻഷനായിട്ട് നിൽക്കല്ലേ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ സാഗർ, അവൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. അങ്ങനെ തന്നെ കൃഷി പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ അച്ഛാ, എന്നിട്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാം. അത് മാത്രമല്ലടാ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബലരാമൻ എന്തായാലും വിളിച്ചിട്ട് ഇതുവരെ കിട്ടാനായിട്ട് പോകുന്നില്ല. ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. പിന്നെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതത്ര നല്ലതായിരുന്നില്ലല്ലോ, അതിൻ്റെയൊക്കെ പേടിയാണ് എനിക്കെന്ന് പറയുന്നു. അതൊക്കെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിഞ്ഞ കാലം ഏട്ടനുണ്ടെങ്കിൽ പോലും ഇപ്പം അതില്ല. അതുതന്നെ എനിക്ക് പേടി. അപ്പോൾ ഇങ്ങനെ സുജു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മോൻ എന്ത് പറ്റി, എന്താ പ്രശ്നം? എനിക്ക് അവനെ കാണാഞ്ഞിട്ട് എനിക്ക് യാതൊരു സമാധാനമില്ല. എത്ര ദിവസമായി ഞാനൊന്നും ഉറങ്ങിയിട്ടെന്നറിയോ? അവൻ ഈ വീട്ടിൽ ആരുമില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടോ കൃഷി എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടൻ നമ്മുടെ സ്വന്തമല്ലേ. നിന്നെയും കൃപയെ പോലെ തന്നെയാണ് എനിക്ക്. എൻ്റെ മൂത്ത മകനാണ് അവൻ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ സാധിക്കില്ല. അവൻ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം. ഏത് രാത്രിയും ആര് വിളിച്ചാലും അവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ ഞെട്ടി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അവൻ്റെ സൗണ്ടെങ്കിൽ കേൾക്കണം സാഗർ. എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കണ്ടെത്തണം. സുജു, അവന് കുഴപ്പമൊന്നുമില്ല. അവൻ എത്രയും പെട്ടെന്ന് നിന്നെ വിളിക്കും. അതാണ്, അവനെന്തെങ്കിലും മീറ്റിങ്ങിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സുജുവിനെ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട്. പിന്നെ കൃഷ്ണനോട് പറയുന്നുണ്ട്, എന്താ ഒരു പ്രശ്നം ഉണ്ടടാ. കാരണം അവൻ ഫംഗ്ഷന് വന്നപ്പോൾ തന്നെ അവൻ്റെ മുഖം വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വിളിച്ചാലും കിട്ടുന്നില്ല. എനിക്കൊരു സമാധാനമില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ചേ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും വെച്ചാൽ ഏട്ടൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു. അതിനുശേഷം കൺമണിയും അതുപോലെ ദേവ് സാറിനെയും കാണിക്കുന്നുണ്ട്. കൺമണി വീണ്ടും മലികയിലേക്ക് വരുമ്പോഴത്തേനും ദേവ് സാറിന് ആ ഒരു ക്ഷണപത്രം കൊടുക്കുക കേട്ടോ. ഇതെന്താ കൺമണി, ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ കാർഡാണ്. സാറിന് ആണ് ആദ്യം തരേണ്ടത്. എന്നെ അനുഗ്രഹിക്കണം സാർ എന്ന് പറഞ്ഞിട്ട് ആ കാർഡ് കൊടുത്ത് അനുഗ്രഹം മേടിക്കുന്നു. അത് നോക്കണ ദേവ് സാറിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി എത്ര ഉയരത്തിലെത്തേണ്ട കുട്ടിയാണെന്നറിയോ? സാർ കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ എത്തേണ്ടി വന്നത് സാർ. എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു നിമിത്തമല്ലേ കൺമണി, നിൻ്റെ കഴിവല്ലേ, അത് എപ്പോഴാണെങ്കിലും തെളിയിക്കപ്പെടുന്നതാണ്. പക്ഷേ സാറിനോട് ഒരുപാട് ഞാൻ നീതികേട് കാണിച്ചു ആദ്യം മുതലേ. എന്നിട്ടും സാർ എന്നെ കൈവിട്ടില്ലല്ലോ. എൻ്റെ മകളെപ്പോലെയല്ലേ നീ, പിന്നെ ഞാൻ എങ്ങനെ കൈവിടും? നിൻ്റെ സാഹചര്യത്തിൽ നീ അതൊക്കെ ചെയ്തു എന്ന് കരുതി മനഃപൂർവ്വമല്ലല്ലോ. പിന്നെ കൺമണി, ഒരു കാര്യമുണ്ട്. പിന്നെ നീ എല്ലാം കൊണ്ടും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ചെകുത്താന്മാരൊക്കെ ജയിലിലായി എന്നുള്ളത് സത്യം തന്നെയാണ്. അവരെന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എപ്പോഴും കണ്ണ് 4 ചുറ്റും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം സാർ എന്നും പറയുന്നുണ്ട്. പിന്നെ കൺമണി ഒരു കാര്യം കൂടി കൺമണിക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. എന്താ സാർ? കാരണം ഒരു TV ചാനൽ കൺമണിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ എന്നുള്ള ഒരു ഇതിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ സാർ ഈ പറയുന്നത്? കൺമണിയുടെ ജീവചരിത്രം, കൺമണി ഇവിടെ എത്താനുള്ള ഇൻസ്പിറേഷൻ, കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് അവർക്ക് ഇൻ്റർവ്യൂ രീതിയിൽ എല്ലാവരുടെ മുന്നിൽ കൊടുക്കണമെന്ന് പറയാം കേട്ടോ.
അത് ഞാൻ എന്നെപ്പോലെ കൺമണിയെപ്പോലെ വലിയ ആൾക്കാരാണ് കൊടുക്കേണ്ടത്. എത്രയോ തരം താഴ്ന്ന ആൾക്കാർ കൊടുക്കുന്നു. അതിലൂടൊന്നും വരില്ലല്ലോ കൺമണിയുടെ ഈ ജീവിതം. എന്തായാലും കൺമണി തന്നെ അത് കൊടുക്കണമെന്നൊക്കെ സന്തോഷം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിയുടെ ഉയർച്ച ഇനി ലോകം മുഴുവൻ അറിയാനായിട്ട് പോകുന്നു. പിന്നെ ഈ സുമിത്രയെ കാണാനായിട്ട് കൃഷ് അങ്ങോട്ട് വരുന്നു. വീട് നോക്കുമ്പോൾ വീണ്ടും പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് സുമിത്ര അവിടേക്ക് വരുന്നുണ്ട്. എന്താ കൃഷ് ഇവിടെ വന്നിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഏട്ടനെയും ഭാഗ്യശ്രീയും കാണാനായിട്ട് വന്നതാണ്. അവിടെ ഇല്ലല്ലോ, ഇവിടെ ഭാഗ്യശ്രീ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഭാഗ്യശ്രീ ദുബായിലേക്ക് പോയിരിക്കുകയാണ്. അവൾക്ക് പ്രധാനപ്പെട്ട ഒരു ആളാണ്, അവൾ ഡയറക്ടർ ബോർഡിലുള്ള ഒരാളാണ്. അവർക്ക് മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ടി അവൾ പോയിരിക്കുകയാണ്. ഫോൺ എന്താ സ്വിച്ച് ഓഫ്? അവൾ പറഞ്ഞിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് തൻ്റെ മകളെ കാണാതായിട്ടും നിങ്ങൾക്കൊരു വിഷമവും ഇല്ലല്ലോ. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടും ഒരു കോൺടാക്റ്റും ചെയ്യാൻ പറ്റാതെ ആയിട്ടും ഭാവവ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഞാനെന്തിനാ ടെൻഷനാവുന്നത്? അവൾ അവളുടെ ഏട്ടൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്. പിന്നെ അവളുടെ നമ്പർ ഉണ്ടോ കോൺടാക്റ്റ് ചെയ്യാൻ? അവളുടെ നമ്പറില്ല. പിന്നെ ദുബായിത്തെ നമ്പർ എനിക്കറിയില്ല. പിന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ വേണമെങ്കിൽ കൃഷ്ണ തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അവരോട് പറഞ്ഞേക്കണം, അവളെയും അവളുടെ ഏട്ടനെയും രക്ഷിക്കാൻ ഒരാളിവിടെ വന്നിട്ടുണ്ടെന്ന്, തെരഞ്ഞല്ല അവരെ സംരക്ഷിക്കാൻ എന്ന രീതിയിലൊക്കെ കൃഷ്ണ ഭീഷണിപ്പെടുത്തുന്നു. കൃഷ്ണൻ എന്താ എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? സാഗറിനോടുള്ള ദേഷ്യമൊക്കെ എൻ്റെ മാറി. കൃഷ്ണനോട് എനിക്ക് ഇപ്പോഴും ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിനയമൊന്നും എനിക്ക് വേണ്ട. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം വലുതാവുന്നുണ്ടോയെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഒരു സഹതാപവും വേണ്ട. എൻ്റെ ഏട്ടനെയും ഭാഗ്യശ്രീയും ഞാൻ കണ്ടെത്തുമെന്ന് തന്നെ അവരോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് കൃഷ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ്